നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും കേശൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാം. ഇനി നമുക്ക് സ്റ്റൂ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ചൂടായ പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 2 ഏലക്കയും ഒരു ചെറിയ കഷ്ണം പട്ടയും 2 ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് പൊട്ടി തുടങ്ങുമ്പം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും 2 പച്ചമുളക് കട്ട് ചെയ്തതും കറിവേപ്പിലയും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം. ഒരു ചെറിയ സവാള നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ചിക്കൻ വൈറ്റ് കളർ ആകുന്നത് വരെ ഇത് വഴറ്റിയെടുക്കണം. ചിക്കനൊക്കെ വൈറ്റ് കളറായിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും 1/4 കപ്പ് ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കുക. ഇതിപ്പം വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങയുടെ 2-ാം പാല് ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങയുടെ 2-ാം പാലിൽ കിടന്ന് വേണം ഇത് വെന്ത് വരാൻ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. കൂടെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പം ചിക്കൻ്റെ ഗ്രേവിയൊക്കെ വറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ 1-ാം പാല് ചേർത്ത് കൊടുക്കാം. 1-ാം പാല് ചേർത്താൽ തിളയ്ക്കരുത് കേട്ടോ, ഒന്ന് ചൂടാകുകയേ ചെയ്യാവൂ. ഇനി നമുക്ക് സ്റ്റൂവിലേക്ക് വേണ്ടി കടുക് വറക്കാം. അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 5-6 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കണം. ഇത് ഇനി സ്റ്റൂവിലേക്ക് ചേർത്ത് കൊടുക്കാം. അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ഇങ്ങനെ അടച്ച് വെച്ചേക്കണം കേട്ടോ. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് വേണം നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കാൻ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.